സുഹൃത്തുക്കളോടൊപ്പം മൂന്നാറിലേക്കൊരു യാത്ര. കുണ്ടിലും കുഴിയിലും ഒക്കെ വീണ് നടുവൊടിഞ്ഞ് ഒടുവിൽ ഞങ്ങൾ പറക്കാട്ട് നേച്ചർ റിസോർട്ടിലെത്തി. ചെന്നപ്പോൾ തന്നെ സിജോക്കും വൈഫിനും പ്രത്യേക സ്വീകരണം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് പിന്നെ റൂമിലേക്കുള്ളൊരു യാത്രയായിരുന്നു. നേരെ വന്ന് കാടിട്ട് തുറന്നു. വാവ്, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു റൂമിൽ. പിന്നെ ഈ ബെഡ് കണ്ടു കഴിഞ്ഞാണല്ലോ, എനിക്ക് അതിനകത്തൊന്ന് ചാടി കയറണം. അങ്ങനെ ഞാൻ ചാടി നേരെ ബെഡിലോട്ട് വീണു. അവിടുന്ന് നേരെ തുറന്നത് ബാൽക്കണിയാണ്. ഒരു രക്ഷയില്ലാത്തൊരു വൈബ്. ഓ, ഇതാണ് പറക്കാട്ട് നേച്ചർ റിസോർട്ടിൻ്റെ ഒരു വൈബ്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് പറക്കാട്ട് റിസോർട്ടിൽ തന്നെയുള്ള ഒരു ട്രക്ക് യാത്രയായിരുന്നു. ഭയാനകമായിട്ടുള്ള ഒരു യാത്ര. അവിടെ നേരെ കൊല്ലുന്നത് ഇവരുടെ ഒരു ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലത്താണ്. നല്ല അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രിഡ്ജിലൂടെ ഒരു യാത്രയൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള റൂം. ഒരു രക്ഷയില്ല. പിന്നെ റോപ്പ് സൈക്ലിംഗ് ഒക്കെ നടത്തി എങ്ങനെയോ ഭാഗ്യത്തിന് തിരിച്ച് അവിടെ എത്തി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ക്യാമ്പ് ഫയറിലേക്കായിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ കണ്ട് ചെറുതായിട്ട് 2 സ്റ്റെപ്പൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്തപ്പോൾ ഒന്ന് വിശന്നു. പിന്നെ അവിടെ നിന്ന് പറക്കാട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. എന്തായാലും ഞങ്ങളവിടെ കയറിയിരുന്നു. ഒരു സൂപ്പൊക്കെ ഓർഡർ ചെയ്തു. സിജു എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ വന്നു. ഞാൻ റൈസ്, നാൻ റൊട്ടി, പിന്നെ ലോലിപോപ്പ്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വന്നു. വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് മടമടാന്ന് ഞങ്ങളത് അടിച്ചു. അവിടുന്ന് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കണ്ടത് നമ്മുടെ അരയന്നത്തിൽ കയറി വന്ന ആ ഒരു ഐസ്ക്രീമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫാറ്റ് കുറക്കാൻ വേണ്ടി ഞാനും ബിനുവും കൂടെ രാവിലെ കയറി എന്തൊക്കെയോ കസറത്തൊക്കെ അങ്ങോട്ട് കാണിച്ചു. അവിടുന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോൾ നമ്മുടെ മച്ചാനെ കണ്ടു. മച്ചാനുമായിട്ട് കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് അവിടെ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഒരു രക്ഷയില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ്, ഭീമമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാൻ എന്തായാലും ഒരു മുട്ടയും ഏത്തപ്പഴവും ഇച്ചിരി നൂഡിൽസൊക്കെ എടുത്ത് ചായയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. റിസോർട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.